സോ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് CST-206 നെക്സ്റ്റ് മൊഡ്യൂളായ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെഗ്മെൻറ്റേഷൻ. സോ സെഗ്മെൻറ്റേഷനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്. So let's moving on to the topic segmentation. So what is segmentation? It is a memory management technique. ഒരു memory management technique ആണ് ഈ segmentation. Program is divided into various sizes ആയിട്ട് പ്രോഗ്രാമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെഗ്മെൻറ്റ്സ്. പ്രോഗ്രാമിനെ വേരിയസ് സൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് സെഗ്മെൻറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോഗ്രാം ഇസ് എ കളക്ഷൻ ഓഫ് സെഗ്മെൻറ്റ്സ്. ഒരു സെഗ്മെൻറ്റ്സിൻ്റെ കളക്ഷനാണ് എന്ത് പ്രോഗ്രാം എന്നും പറയാം. ഈച്ച് സെഗ്മെൻറ്റ് ഹാസ് എ ബേസ് ആൻഡ് ലിമിറ്റ്. ഓരോ സെഗ്മെൻറ്റിനും ഒരു ബേസും ഒരു ലിമിറ്റും ഉണ്ടാവും. എ ലിമിറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ അവോയ്ഡിങ് സെഗ്മെൻറ്റ് ഓവർലാപ്പിംഗ്. സെഗ്മെൻറ്റ് ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെഗ്മെൻറ്റ്. ഇനി നമുക്ക് സെഗ്മെൻറ്റ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ദ ലോജിക്കൽ അഡ്രസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. സെഗ്മെൻറ്റ് ഹാർഡ്വെയറിൽ ലോജിക്കൽ അഡ്രസ്സ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ഉണ്ട്. ഒന്ന് സെഗ്മെൻറ്റ് നമ്പർ എസ് എന്ന് ഡിനോട്ട് ചെയ്യും, ഒന്ന് ഓഫ്സെറ്റ് ഡി എന്ന് ഡിനോട്ട് ചെയ്യും. സോ 2 ടൈപ്സ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലോജിക്കൽ അഡ്രസ്സിന് 2 ടൈപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് ഓഫ്സെറ്റ്. സെഗ്മെൻറ്റ് നമ്പറിന് എസ് എന്നും ഓഫ്സെറ്റിന് ഡി എന്നും ഡിനോട്ട് ചെയ്യും. ഇനി നമുക്കൊരു സെഗ്മെൻറ്റ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഒരു ഹാർഡ്വെയർ കാണാം. സോ ഇതാണ് സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയർ. Segmentation hardware kondo CPU is connected to the logical address and this is then connected to the segmentation table and also then last finally it is connected to the physical memory ആണ്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഈ സെഗ്മെൻറ്റ് നമ്പർ ഉണ്ടല്ലേ, ലോജിക്കൽ അഡ്രസ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെഗ്മെൻറ്റ് നമ്പർ ആയിട്ടും ഓഫ്സെറ്റ് ആയിട്ടും. അതാണ് എസും ഡിയും. ഈ എസ് എന്തിനാണ് ഈ എസ് യൂസ് ചെയ്യണമെന്ന് അറിയാം. ദിസ് ഈസ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് ദ ഇൻഡെക്സ് ഓഫ് ദ സെഗ്മെൻറ്റ് ടേബിൾ. സെഗ്മെൻറ്റ് ടേബിളിൻ്റെ ഇൻഡെക്സ് റിപ്രസെൻ്റ് ചെയ്യാണ് ഈ സെഗ്മെൻറ്റ് നമ്പർ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ സെഗ്മെൻറ്റ് ലിമിറ്റ് ഉണ്ടല്ലോ, ആ സെഗ്മെൻറ്റ് ലിമിറ്റ് നമ്മുടെ ഈ ഓഫ്സെറ്റ് നമ്പറിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. അതായത് ഓഫ്സെറ്റ് നമ്പർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ദ സെഗ്മെൻറ്റ് ലെവൽ. 0 തൊട്ട് ആ സെഗ്മെൻറ്റ് ലിമിറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം എന്ത്, ഓഫ്സെറ്റ് നമ്പർ. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ലിമിറ്റില്ലേ, നമുക്ക് ആ ലിമിറ്റ് എന്ത് ചെയ്യണം, ഈ ബേസ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്യാം. Limit can be added with the base value and directly mapped to physical memory. In between ആണെങ്കിൽ നമുക്ക് the limit can be added with the base value and directly mapped to physical memoryയിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. If the offset number is not in the limit, അതായത് നമ്മുടെ ഓഫ്സെറ്റ് നമ്പർ ലിമിറ്റിൽ ഇല്ലെങ്കിൽ it raises an addressing error. അവിടെ ഒരു അഡ്രസ്സിങ് ഇറർ ഫോം ചെയ്യും. ആ അഡ്രസ്സിങ് ഇറർ ആണ് ഇവിടെ വരുന്നത്. അതായത് ലിമിറ്റ് ഉണ്ടെങ്കിൽ, അതായത് യെസ് ആണെങ്കിൽ it is added with the physical memory. No, അതായത് ലിമിറ്റിൽ ഇല്ല, ആ ഓഫ്സെറ്റ് നമ്പർ ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ലിമിറ്റ് ആണെങ്കിൽ ഇറ്റ് റൈസസ് എൻ അഡ്രസ്സിങ് ഇറർ. അതാണ് ദ ട്രാപ്പ്, അഡ്രസ്സിങ് ഇറർ. നോ ആണെങ്കിൽ ഇറ്റ് ഗോസ് ടു അഡ്രസ്സിങ് ഇറർ. ഓക്കെ, സോ ഇതാണ് ഓവറോൾ സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയർ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. സെഗ്മെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോജിക്കൽ അഡ്രസ് സ്പേസിൽ ഞാൻ 5 സെഗ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെഗ്മെൻറ്റ് ടേബിൾ ലിമിറ്റും ബേസും കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ മെമ്മറി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഓഫ്സെറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് 2000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഈ 2000 ഇപ്പോൾ ഞാൻ സെഗ്മെൻറ്റ് 0 ആണ് എനിക്ക് മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെഗ്മെൻറ്റ് 0 നോക്കി എവിടെയാണ്, 0 എന്ന് പറയുമ്പോൾ 1400 ലിമിറ്റാണ്. 1000 ആണ് 0യുടെ ലിമിറ്റ്. അങ്ങനെ ആണെങ്കിൽ ഈ ലിമിറ്റ് ഈ ഓഫ്സെറ്റിനെയും കാട്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണോ അതോ ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ നോക്കുക. ഇപ്പോൾ ഈ 1000 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഓഫ്സെറ്റ് എത്രയാണ്, 2000 കാട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 അല്ലേ. 2000 കാട്ടി ലെസ് ദാൻ അല്ലേ. ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ആഡ് അല്ലെ വി ക്യാൻ മാപ്പ് ദ സെഗ്മെൻറ്റ് ടു ഫിസിക്കൽ മെമ്മറി. അപ്പോൾ ഫിസിക്കൽ മെമ്മറിയിൽ നോക്കി ഇത് രണ്ടും ആഡ് ചെയ്യണം, ലിമിറ്റും ബേസും കൂടി ആഡ് ചെയ്യുമ്പോൾ 1000 + 1400 2400. 1400യും 2400ൻ്റെ ഇടയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, സെഗ്മെൻറ്റ് 0 മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സെഗ്മെൻറ്റേഷൻ ചെയ്യുക. സോ സെഗ്മെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ. നമുക്ക് തന്നിരിക്കുന്ന ഓഫ്സെറ്റ് ലിമിറ്റിൻ്റെ, അതായത് ലിമിറ്റ് തന്നിരിക്കുന്നത് 1000 to 1400 ആണ്. ആ 1000ൽ നിന്ന് 1000 ആണെങ്കിൽ 1000ൽ ഞാൻ കാട്ടി നമ്മുടെ ഓഫ്സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ നോക്കുക. ലെസ് ദാൻ ആണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ആഡ് ദ ലിമിറ്റ് ആൻഡ് ദ ബേസ് ആൻഡ് ക്യാൻ ബി മാപ്ഡ് ടു ദ ഫിസിക്കൽ മെമ്മറിയിൽ മാപ്പ് ചെയ്യാം. ഇപ്പോൾ അല്ല, ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അവിടെ ഒരു അഡ്രസ്സിങ് എറർ വരും. ഓക്കെ, ഇതാണ് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, സെഗ്മെൻറ്റേഷൻ ക്ലിയർ ആയല്ലോ.